ഹായ് ഗൈസ്, ഇന്ന് ഞാനൊരു പലഹാരം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ മലബാർ ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഉന്നക്കായ. ഞാൻ കുറച്ചാൾ മുന്നേ അതൊന്നും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ ആ ഒരു ഷേപ്പിൽ എനിക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടിയില്ല. പക്ഷെ ആ ടേസ്റ്റ് കിട്ടില്ലായിരുന്നു. സോ ഇന്ന് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു കുഞ്ഞ് ഉന്നക്കായാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ, അതൊക്കെ കൂടെ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് ഉന്നക്കായ. സോ ഇതിന് ആദ്യം തന്നെ വേണ്ടത് നല്ലോണം പഴുത്ത ഏത്തപ്പഴമാണ്. ഞാൻ രണ്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി എടുക്കാം കേട്ടോ. തൊലിയൊക്കെ കറുത്താലും നോ പ്രോബ്ലം, മധുരം കൂടും. സോ അതിനെ എടുക്കുക, ആവി കയറ്റി പുഴുങ്ങിയെടുക്കുക. അത് ആറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ തൊലിയൊക്കെ മാറ്റിയിട്ട് അതിനെ മാഷ് ചെയ്തെടുക്കുക. അതിൻ്റെ നടുക്കലത്തെ ആ കുരുവൊക്കെ അവോയ്ഡ് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞ് മാഷ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് തേങ്ങ, ക്വാണ്ടിറ്റി ഒന്നും ഒരു പ്രശ്നമേ അല്ല ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അത്രയും തേങ്ങ ഒക്കെ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുക. തിരികിയ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന അടുത്ത സാധനം എന്ന് പറയുന്നത് ഷുഗർ ആൻഡ് ഏലക്കയുടെ ഉള്ളിലത്തെ ആ കുരു. അത് രണ്ടും കൂടെ മിക്സിക്കകത്തിട്ട് പൊടിക്കാവുന്നതാണ്. പക്ഷെ ഞാൻ മിക്സി കഴുകേണ്ട മടി കൊണ്ട് നമ്മൾ കല്ലിട്ട് ഇടിച്ചിടിച്ചടിച്ച് പൊടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം ഷുഗർ ആഡ് ചെയ്യേണ്ട കേട്ടോ. നല്ല പഴുത്ത പഴമാണെങ്കിൽ അത് തന്നെ നല്ല മധുരം ഉണ്ടാവും. ഷുഗർ വെറുതെ ഹെൽത്തി അല്ലല്ലോ, സോ അവോയ്ഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം അതിന് ഇഷ്ടമുള്ള ഷേപ്പിൽ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതിന് ഇഷ്ടമുള്ള ഷേപ്പിൽ അങ്ങോട്ട് ആക്കുക. ഞാൻ റൗണ്ട് ആക്കിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഓവലാക്കാം. സോ അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ ഉന്നക്കായയുടെ ഷേപ്പെന്ന് മനസ്സിൽ വിചാരിക്കേ വേണ്ട. അത് കഴിഞ്ഞ് ഒരു പാനിലേക്ക് അത് കുറച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സംഭവങ്ങളെല്ലാം ആ പാനിലേക്ക് വെക്കുക. ഇത് തിരിച്ചിടുമ്പോൾ സത്യം പറഞ്ഞാൽ ഗൈസ് ഞാൻ വിചാരിച്ചു കരിഞ്ഞു പോയി. പക്ഷേ കിഡ്ലൻ ടേസ്റ്റ് ആയിരുന്നു, സൂപ്പറായിരുന്നു. സോ എല്ലാവരും എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം. Yummy!